ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മോറൽ തിയോളജി പഠിക്കുന്ന അവസരത്തിൽ മാരേജിനെ കുറിച്ച് യൂണിറ്റി ആൻഡ് ഇൻഡിവിസിബിലിറ്റി എന്ന 2 കോൺസെപ്റ്റ് പഠിച്ചത് ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും വേർപിരിയാൻ കഴിയാത്തതും അത് ഒന്നായി തീരുന്നതുമാണ്. മൂന്നാമതൊരാൾക്ക് ഇടമില്ലാത്തതാണ്. 2 പേർ ഒന്നായി തീരുമ്പോൾ അവർ ഒന്നായി മാറുന്നു. അവർ രണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നും മാറ്റപ്പെടുന്നു. മൂന്നാമതൊരാൾക്ക് ഇടം കൊടുക്കാതിരിക്കുന്നു. ഇങ്ങനെ സഭയുടെ വിവാഹത്തെക്കുറിച്ചുള്ള പഠനം വളരെ കൃത്യമാണ്. ഇത് സഭയുടെ പഠനമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പഠനമാണ്. ആ ക്രിസ്തുവിന്റെ പഠനങ്ങളെയും ചിന്തകളെയും സഭ ചേർത്ത് വിപുലീകരിച്ചതാണ്. ഈ ക്രിസ്തുവിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ കൃത്യമായി വെളിപ്പെടുത്തി കിട്ടുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത്. ഫരിസേയർ ചെന്ന് യേശുവിനോട് ചോദിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയുമോ? യേശു പറയുന്നു, അതൊരിക്കലും സാധിക്കുകയില്ല. ഏതൊരു കാരണം കൊണ്ടും ഒരാൾക്ക് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപേക്ഷിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു സാധ്യതയ്ക്ക് പോലും ഇടമില്ലാത്തതാണ്. വീണ്ടും അവർ ചോദിക്കുന്നു, മോശ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപേക്ഷാപത്രം നൽകി തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാം. അപ്പോൾ വീണ്ടും ക്രിസ്തു പറയും, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ അത് പറഞ്ഞത്. ഇങ്ങനൊരു സാധ്യത നിങ്ങളുടെ ചിന്തയിൽ പോലും ഉണ്ടാകരുത്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഇത്രയധികം വിശേഷിപ്പിച്ചത് ക്രിസ്തു തന്നെയാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത, എന്നും ഒന്നായി തീരേണ്ട ദാമ്പത്യ ബന്ധം. ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുമ്പോൾ അവർ എന്നും കാത്തിരിക്കുന്ന ഒരു സ്നേഹബന്ധമായിരിക്കണം. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത സ്നേഹബന്ധമായിരിക്കണം. ഇന്ന് ഭൂമിക്ക് ആവശ്യം അങ്ങനെയുള്ള ബന്ധങ്ങളെയാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത ആഴമായ സ്നേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾ. ഇന്ന് ഭൂമിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും ഈ ബന്ധങ്ങളാണ്. പ്രിയമുള്ളവരെ, ഓരോ കുടുംബ ബന്ധങ്ങളും വീഞ്ഞു പോലെയാകണം. നാൾക്ക് നാൾ അവർ ജീവിച്ചു കഴിയുമ്പോൾ ആ സ്നേഹം ഇരട്ടിക്കണം. ആ ഇരട്ടിക്കുന്ന സ്നേഹത്തിലൂടെ അവർ പരസ്പരം അവരുടെ സ്നേഹങ്ങൾ പങ്കുവയ്ക്കണം. വീഞ്ഞിൻ്റെ പ്രത്യേകത, നാൾക്ക് നാൾ കൂടുന്തോറും അതിൻ്റെ വീര്യം കൂടും, അതിൻ്റെ വില ഏറിക്കൊണ്ടിരിക്കും. മൂല്യങ്ങൾ ഏറുന്ന സ്നേഹബന്ധമാകട്ടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. നാൾക്ക് നാൾ കഴിയുമ്പോഴും വീര്യം കൂടുന്നതാകട്ടെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ. അതേ കണക്ക് ഓരോ കുടുംബ ബന്ധങ്ങളും കയ്യും കണ്ണുമായി ജീവിക്കുന്നതാകണം. ഓരോ ഭാര്യ ഭർത്താക്കന്മാരും കയ്യും കണ്ണുമായി ഈ ഭൂമിയിൽ ജീവിക്കണം. കൈക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കരയുന്നത് കണ്ണാണ്. കണ്ണൊന്ന് കരഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നത് കൈയാണ്. ഇങ്ങനെ പരസ്പരം സ്നേഹത്തിൻ്റെ ഒരു കഥ പറയാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണം. ക്രിസ്തു കുടുംബജീവിതത്തെക്കുറിച്ച് ഇത്രയധികം വിശേഷിപ്പിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. അവൻ ജീവിച്ച കുടുംബജീവിതത്തിലെ അവൻ്റെ മാതാപിതാക്കൾ ജീവിച്ച് കാണിച്ച ആ കുടുംബജീവിതത്തിൻ്റെ മഹത്വമാണ്. പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പ് പിതാവും നല്ലൊരു കുടുംബജീവിതം ക്രിസ്തുവിന് മുമ്പിൽ ജീവിച്ച് കാണിച്ചു. അത് ഒന്നായ സ്നേഹബന്ധത്തിൻ്റെ, ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത സ്നേഹബന്ധത്തിൻ്റെ അടയാളമായിരുന്നു. ആ വലിയ പാഠം ഭൂമിക്ക് മുഴുവൻ ലഭിക്കാൻ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ എല്ലാ കുടുംബ ബന്ധങ്ങളെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. ആ വിശുദ്ധിയിൽ ക്രിസ്തു കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.